സേമിയ പായസം തയ്യാറാക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റോട് കൂടി നമുക്ക് എങ്ങനെയാണ് സേമിയ പായസം തയ്യാറാക്കുന്നതെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നെയ്യോ എന്താ ഇഷ്ടമുള്ളത് വെച്ചെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പായസമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പം ഞാൻ ഇന്ന് പായസം തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. സേമിയ വെച്ചിട്ടാണ് പായസം തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റോസ്റ്റഡ് ചെയ്ത സേമിയ തന്നെയാണ് നമ്മൾ കയ്യിലുള്ളത്. ഇനി റോസ്റ്റ് ചെയ്തതായാലും ചെയ്യാത്തതായാലും ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് നല്ലത്. എന്നാലാണ് സേമിയ ഇങ്ങനെ പൊട്ടാതെ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ പാലിൽ അത് കലങ്ങിപ്പോവും. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടുള്ള ആ എണ്ണ തന്നെയാണ് ഈ സേമിയയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനി ഞാൻ ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാൽ ഞാൻ ആദ്യം ഒന്ന് തിളപ്പിച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചസാര തന്നെ ഇതിലേക്ക് അധികമാവുമെന്നാണ് വിചാരിക്കുന്നത്. ഏത് പായസം തയ്യാറാക്കുകയാണെങ്കിലും മധുരമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാകും. കൂട്ടുകയും ചെയ്യുക, അതേപോലെ കുറയ്ക്കുകയും ചെയ്യുക. ഞാൻ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള സേമിയയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാലും പഞ്ചസാരയും സേമിയയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം സേമിയ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് വെന്തതല്ലേ, അതേപോലെ സേമിയ നമ്മൾ റോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അധിക സമയമൊന്നും പാലിൽ കിടന്നിട്ട് ഇത് വേവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ചാൽ തന്നെ സേമിയ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. ഈ സേമിയ നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ പായസം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാലൊക്കെ ഒന്ന് വെറ്റിയപ്പോൾ ഇത് കുറച്ച് മധുരം കൂടുതലാണ്. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാല് സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാൽപ്പൊടി ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ കലക്കിയെടുക്കുന്നത്. എന്നിട്ട് ഞാനിത് സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ മധുരം കൂടുകയാണെങ്കിൽ തണുത്ത വെള്ളം ഏതായാലും ഒഴിക്കരുത്. പാൽ ഒഴിക്കുന്നില്ലെങ്കിൽ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാൽപ്പൊടി നന്നായിട്ട് കലക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ സേമിയയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സേമിയയുടെ കട്ടിയൊന്ന് കുറക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ സേമിയ പായസം തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള സേമിയ പായസമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് സേമിയ വെച്ചിട്ടുള്ള പായസം. മറ്റുള്ള പായസത്തെക്കാളും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ് സേമിയ പായസം.
വളരെ എളുപ്പത്തിലും ടേസ്റ്റോടും കൂടിയുള്ള നമ്മൾ സേമിയ പായസം തയ്യാറായി. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.